അങ്ങനെ നമ്മൾ വെസ്റ്റേൺ ജെട്ടി ബീച്ച് കണ്ടിട്ട് നമ്മൾ ലഗൂൺ ബീച്ചിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ലഗൂൺ ബീച്ചിലെ കാഴ്ചകളൊക്കെ ഇതാണ്. ഇപ്പോൾ ലഗൂൺ ബീച്ചൊക്കെ നല്ല ക്ലീൻ ആണ് കേട്ടോ. അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകതയായിട്ട് ഞാൻ കാണുന്നത്. ഇവിടെ കരിക്കും വെള്ളമൊക്കെ കിട്ടും. നമുക്ക് ജസ്റ്റ് ഒന്ന് ചുറ്റി കണ്ടിട്ട് വരാം. അപ്പോൾ ഫസ്റ്റ് ഡേയിൽ നമ്മുടെ സൈറ്റ് സീയിങ് ആണ് ഈ കാണുന്നത്. നല്ല വെള്ളമാണല്ലോ. ഇതാണ് നമ്മുടെയൊക്കെ അവിടെ കാണുമ്പോൾ കണ്ടില്ല ഒരു എന്താ പറയുക തവിട്ട് നിറം. ഇത് നല്ല വെള്ള തവിട്ട് നിറം ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട്, എന്നാൽ അത്ര പ്രകടമല്ലതാണ്. അപ്പോൾ ആ ബീച്ചിൻ്റെയൊക്കെ ഒരു ഭംഗി കൂട്ടുന്നത് ഈ മണൽ തന്നെയാണ്. ഈ ഒരു പാൽമണലുള്ളത് കൊണ്ടാണെന്ന് തോന്നുന്നത്. ഇത് കണ്ടോ, അടുത്ത് വരുന്നവരും പച്ച കളറ്, ഉള്ളിലോട്ട് പോകുന്തോറും നല്ല കരിനീല കളറാണ് കടലിൻ്റെ. അപ്പോൾ തിരമാലയൊക്കെ ഇന്ന് വളരെ ശാന്തമാണ് കടൽ. അപ്പോൾ ലഗൂൺ ബീച്ചിൻ്റെ ഒരു പ്രത്യേകത അതുകൊണ്ട് ഒരു ചെറിയ കപ്പലിൻ്റെ വേസ്റ്റൊക്കെ അവിടെ കിടക്കുന്നുണ്ട്. കോറൽസൊക്കെ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അവിടെയായിട്ട് ചെറുതായ രീതിയിൽ. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഉണ്ട്. ഇനി നമ്മൾ പോകുന്നത് അന്താൻ ബീച്ചിലേക്കാണ്. അതിന് മുമ്പേ ഒരു കപ്പൽ നിർമ്മിക്കുന്ന സ്ഥലമൊക്കെ ഉണ്ടെന്ന് പറയുന്നു. അവിടെ കാണാൻ പറ്റുമെന്ന് നോക്കാം. അത് നല്ല രസമുണ്ട്. ഈ പാൽമണലിലൊക്കെ കളിക്കാനൊക്കെ ആയിട്ട് പിള്ളേരൊക്കെ ഇവിടെ പൂണ്ട് വിളയാടുക. പിന്നെ ഇവിടെ ആഴമുള്ള സ്ഥലങ്ങളുണ്ട്, അങ്ങോട്ടൊന്നും പിള്ളേരെ ഇറക്കാതിരിക്കുക. ആകെപ്പാടെ 8 കിലോമീറ്ററേ ഉള്ളൂ. 8 കിലോമീറ്റർ നമുക്ക് ഒരു ദിവസം 2-3 മണിക്കൂറും കൊണ്ട് ഓടി തീരാവുന്നേ ഉള്ളൂ. പിന്നെ ഇതുപോലെ സ്ഥലങ്ങളൊക്കെ കണ്ടിറങ്ങി വന്നു കഴിയുമ്പോഴാണ് നമുക്ക് ഒരു ദിവസം കൊണ്ട് ഇത് മൊത്തം കണ്ടു തീർക്കാവുന്നേ ഉള്ളൂ. അഗത്തി ദ്വീപ്. ഇനി നമ്മൾ സ്ക്യൂബ ഡൈവിങ്ങിനൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പം 5 ദിവസത്തേക്കുള്ള പാക്കിങ് നമുക്ക് ഇവിടെ ഉണ്ട്. ഉണ്ടോ? അപ്പോൾ ഈ ഒരു മനോഹര കാഴ്ച നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യാം. നമുക്ക് അടുത്ത ബീച്ചിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ലഗൂൺ ബീച്ചിൽ നിന്നും ഇവിടെ പറയുകയാണ്.